ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കലത്തപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, ചെറിയ ജീരകം, ഏലക്ക, ബേക്കിംഗ് സോഡ, ഉപ്പ്, ശർക്കര, ചോറ്, പച്ചരി കുതിർത്ത് വെച്ചത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കഴുകി വെച്ച പച്ചരി ചേർക്കുക. ഒരു തവി ചോറും ചേർക്കുക. പിന്നെ 3 ഏലക്കായ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇനി ഒരു നുള്ള് ഉപ്പും ചേർക്കുക. ഇനി അരി മുങ്ങാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഈ അരച്ചു വെച്ച മാവ് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 6 അച്ച് ശർക്കര ഇടുക. നിങ്ങൾക്ക് നിങ്ങളുടെ അരി എടുക്കുന്നതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്കൊരു കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇത് നന്നായി മെൽറ്റാക്കി എടുക്കാം. സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായി മെൽറ്റാക്കുക. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര നന്നായി മെൽറ്റായി വന്നാൽ സ്റ്റൗ ടോപ്പിൽ നിന്നും ഇറക്കി വെക്കാം. ഇത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ ഒരു തവി എടുത്ത് ഇളക്കി കൊടുക്കുകയും വേണം. കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ നല്ല ചൂടോടെ തന്നെ ശർക്കരപ്പാനി ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും നന്നായി മിക്സ് ചെയ്യുക. നല്ല ലൂസായ ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് നന്നായി മിക്സ് ആയാൽ ഒരു കുക്കർ സ്റ്റൗ ടോപ്പിൽ വെക്കുക. കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വേറെ ഓയിലൊന്നും ആഡ് ചെയ്യരുത്, വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ഇതിലിട്ടാലും മതി, അല്ലെങ്കിൽ നമുക്ക് കോരി വെക്കാം. കോരി വെച്ചിട്ട് അവസാനം ബാറ്ററിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നതാണ് കാണാനൊരു ഭംഗിയുണ്ടാവുക. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം. ചെറിയുള്ളി നന്നായി മൂത്ത് വരട്ടെ. ചെറിയുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഒരു കത്തിയോ സ്ക്വയറോ വെച്ച് കുത്തി നോക്കിയാൽ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടോ എന്നറിയാം. ഇപ്പോൾ സ്ക്വയർമേൽ പറ്റിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്.
ഇനി ഇങ്ങനെ തന്നെ 10 മിനിറ്റ് അടച്ച് സ്റ്റൗ ടോപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കലത്തപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.